കേരളക്കര അടുത്ത കാലത്തായി ഏറെ ചർച്ച ചെയ്തൊരു വാക്കായിരുന്നു നാർക്കോട്ടിക് ജിഹാദ്. ഭൂരിപക്ഷ കേരള സമൂഹവും ആദ്യമായിട്ടായിരുന്നു അത് കേട്ടതും. നാർക്കോട്ടിക് ജിഹാദ് ഉണർത്തിവിട്ട വിവാദങ്ങളും കോലാഹലങ്ങളും ഇനിയും കെട്ടടങ്ങിയിട്ടുമില്ല. ഇതേ ചൊല്ലി അശാന്തിയുടെ പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ വിഷയം നാം ചർച്ച ചെയ്യുന്നതും. അത് ഇളക്കിവിട്ട നിഷേധാത്മക പ്രതികരണങ്ങളും ഇടപെടലുകളും എത്രയും പെട്ടെന്ന് അവസാനിക്കാനായി പ്രാർത്ഥിക്കുവാനായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നതും. നാർക്കോട്ടിക് ജിഹാദിനെ ചൊല്ലിയുള്ള എല്ലാ പ്രശ്നങ്ങളും, തെറ്റിദ്ധാരണകളും, വിഭാഗീയതയും വർഗീയതയും ശത്രുതകളും അവസാനിക്കാൻ ദൈവശക്തിയുടെ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കാനായി നമുക്കൊരുങ്ങാം. ഷെക്കന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വാച്ച് ആൻഡ് പ്രേയിലേക്ക് സ്വാഗതം. ക്രിസ്തുമതം അതിൻ്റെ ആരംഭകാലം മുതലേ പല വിധത്തിലുള്ള മർദ്ദനങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയുമാണ് കടന്ന് പോയിക്കൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളായ സെപ്റ്റംബർ 8 പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കുറുവിലങ്ങാട് ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ച് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന തീപ്പൊരി കത്തിപ്പടർന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പല രൂപത്തിൽ അനുദിനം പീഡനങ്ങൾ നടക്കുന്നതായി നമുക്ക് അറിവുള്ളതാണല്ലോ. കേരളത്തിലെ നമ്മുടെ യുവജനങ്ങൾക്കിടയിലും മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. അവയിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ 2 കാര്യങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. നാർക്കോട്ടിക് ജിഹാദ് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ സംഭാവനയാണെന്നാണ് ഭൂരിപക്ഷവും വിചാരിച്ചത്. പക്ഷേ ആ വാക്ക് അദ്ദേഹം മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. കാരണം ആ വാക്ക് ഇവിടെ മുമ്പും നിലവിലുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന തീവ്ര പരിശ്രമത്തെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദികളുടെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങളല്ലാത്തവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ്. ലക്ഷ്യം മതവ്യാപനവും മുസ്ലിങ്ങളുടെ നാശവുമാകുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് പല രൂപങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇളം പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വശത്താക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ട്രെയിനിങ് സെൻ്ററുകൾ എന്നുവേണ്ട ഒരുവിധം ആളുകൾ കൂടുന്നിടത്തെല്ലാം തീവ്രവാദ ചിന്താഗതിക്കാരായ ജിഹാദികൾ വലവിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം കടന്നുപോയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. മുസ്ലിങ്ങളായവരെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ മയക്കുമരുന്നിന് അടിമകളാക്കി അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുന്ന രീതിയെയാണ് നാർക്കോട്ടിക് അഥവാ ഡ്രഗ് ജിഹാദ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. നാർക്കോ ജിഹാദ് ഹലാൽ മണി ഫോർ എ ഹറാം കോസ് എന്ന ഡോക്യുമെന്റിലാണ് ഇതിനെക്കുറിച്ച് ആദ്യ പരാമർശമുള്ളത്. യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്ന തിങ്ക് ടാങ്കാണ് ഇത്തരമൊരു വാക്ക് സംഭാവന ചെയ്തത്. ജിഹാദി ഭീകര സംഘടനയായ ഹിസ്ബുല്ല നാർക്കോ ജിഹാദ് നടത്തുന്നതായി സൗദി TV ചാനലായ അൽ അറബിയ 2 വർഷം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാക് ISI മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നതായി പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് 1994 നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CIA-യും ഈ റിപ്പോർട്ട് ശരിവച്ചിരുന്നു. ദേശീയ താൽപര്യത്തിന്റെ ഭാഗമായിട്ടാണ് മയക്കുമരുന്ന് നൽകിയുള്ള പ്രവർത്തനത്തെ ഇവർ വിലയിരുത്തിയിരുന്നത്. അതുപോലെ പഞ്ചാബിലെ യുവജനങ്ങളെ നശിപ്പിക്കാനും ഇന്ത്യക്കെതിരെ അവരെ ഉപയോഗിക്കാനുമായി പാകിസ്ഥാൻ അതിർത്തിക്കുപുറത്തേക്ക് മയക്കുമരുന്ന് അയക്കുന്നതായും വാർത്തകളുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മയക്കുമരുന്ന് നടത്തുന്നതിനെ നാർക്കോ ജിഹാദ് എന്നു തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്നാണ് ഇത്തരം വാദഗതികളിൽ വിശ്വസിക്കുന്നവർ തെളിവുകൾ നിരത്തിക്കൊണ്ട് അഭിപ്രായപ്പെടുന്നത്. ആഗോള ജിഹാദി ഭീകര സംഘടനകൾ തീവ്രവാദ ഫണ്ടിങ്ങിനും ശത്രുപക്ഷത്തുള്ള യുവജനങ്ങളെ നശിപ്പിക്കാനുമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനും തെളിവുകളുണ്ട്. മാർ കല്ലറങ്ങാട്ട് തുറന്നുവിട്ട നാർക്കോട്ടിക് ജിഹാദിനെ അംഗീകരിക്കാതെ
ക്രൈസ്തവരുൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ നിലയുറപ്പിക്കുകയും കലാപം ഉയർത്തിവിടുകയും ചെയ്തപ്പോൾ മാർ കല്ലറങ്ങാട്ട് പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് അമേരിക്കൻ ബ്ലോഗറും ജിഹാദ് വാച്ച് വെബ്സൈറ്റിന്റെ സ്ഥാപകനുമായ റോബർട്ട് സ്പെൻസർ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. ജിഹാദ് നടത്തുവാനും അതിനുവേണ്ട പണം കണ്ടെത്തുവാനുമുള്ള മാർഗമായി ദശാബ്ദങ്ങളോളം മയക്കുമരുന്ന് ഉപയോഗിച്ചു വരുന്നുണ്ടെന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കിയത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ആദ്യ ഭരണകൂടം സ്ഥാനഭ്രഷ്ടരാകുന്നതിനു മുൻപ് പണം കണ്ടെത്തുന്നതിനായി ഓപ്പിയം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് താലിബാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അമുസ്ലിങ്ങളായ ആളുകൾക്കാണ് അത് വിൽക്കുന്നതെന്നും സ്പെൻസർ വ്യക്തമാക്കുന്നു. കൂടാതെ അമുസ്ലിമുകളായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ താൽപ്പര്യം കാണിക്കുന്ന ചില മുസ്ലിമുകളുണ്ടെന്നും അങ്ങനെ വിവാഹിതരായി മക്കൾ ജനിച്ചതിനു ശേഷം അല്ലെങ്കിൽ ക്രൂരത കാണിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ളവരുമുണ്ടെന്നും സ്പെൻസർ അടിവരയിട്ട് പറയുന്നു. പൊതുയിടങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും ഇക്കൂട്ടർ വലവിരിക്കുന്നുണ്ടെന്നും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് നാർക്കോട്ടിക് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കേരളത്തിൽ അത് ഭീകര സംഘടനകളുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് തലത്തിൽ അന്വേഷണവും നടക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്, പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം, ഇങ്ങനെ പല പല വിശേഷണങ്ങൾ നമ്മുടെ ഈ കൊച്ചു നാടിനുണ്ട്. എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കുന്നത് പറയുന്നതുപോലെ അത്ര സുന്ദരമോ മനോഹരമോ അല്ല കേരളം എന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം 1987 മുതൽ ലോകവ്യാപകമായി ആചരിച്ചു പോരുന്ന ഒരു ദിനമാണ് മയക്കുമരുന്നിനെതിരെയുള്ള അന്തർദേശീയ ദിനം. ജൂൺ 26-നാണ് ഈ ദിനം ആചരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ദുരുപയോഗത്തിനും അതിന്റെ അനധികൃത വിപണനത്തിനുമെതിരായിട്ടാണ് ഇങ്ങനെയൊരു ദിനാചരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് മയക്കുമരുന്നെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റെല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം ഇന്ന് കേരളവും നേരിടുന്നുണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാനാവില്ല. ഒരു കാലത്ത് വിഷമദ്യ ദുരന്തങ്ങളും ചാരായ കച്ചവടവും പൊടിപൊടിച്ച ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിന്. എന്നാൽ 1995 ചാരായ നിരോധനത്തോടെ നമ്മുടെ നാട്ടിൽ വ്യാപകമായ തോതിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അന്ത്യം കുറിക്കപ്പെട്ടു. മദ്യ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ കുറവ് സംഭവിച്ചു എന്നല്ല, മദ്യവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും കുറവ് സംഭവിച്ചു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്നാൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുൻപന്നത്തേക്കാളും കൂടുതലായി ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ കള്ളക്കടത്തും ഉപയോഗവും കേരളത്തിൽ സാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. സമീപകാലത്ത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വെറുതെയൊന്നോർത്തെടുത്താൽ മനസ്സിലാക്കാവുന്നതാണ് ഈ കാര്യം. 20 വർഷം മുമ്പത്തെ കേരളവും ഇപ്പോഴത്തെ കേരളവും തമ്മിൽ താരതമ്യം ചെയ്താൽ ഇപ്പോഴത്തെ മാറ്റം ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് ഈ വാർത്തകൾ പറയുന്നത്. താലിബാന്റെ ഏറ്റവും വരുമാനമാർഗമായ ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുന്ന കറുപ്പു ചെടിയുടെ 80% കൃഷി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ഈ മയക്കുമരുന്ന് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമാണ് കൂടുതലായി കയറ്റി അയക്കുന്നത്. പാക് ISIയുടെ സഹായത്തോടെയാണ് ഇന്ത്യയിലേക്ക് ഈ ലഹരി വസ്തുക്കൾ കടന്നുവരുന്നത്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കൊക്കൈൻ പോലെയുള്ള മയക്കുമരുന്നുകൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാഫിയ വഴി എത്തിയിരുന്നതും ഒരു പതിവായിരുന്നു. കേരളത്തിന്റെ കാട്ടുപാതയിലൂടെ തലച്ചുമടായി പോലും മയക്കുമരുന്നുകൾ എത്തുന്നുണ്ടെന്നും ചില മാധ്യമങ്ങൾ കുറേ നാൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 3000 കോടിയുടെ മയക്കുമരുന്നുമായി മത്സ്യബന്ധന ബോട്ട് പിടിയിലായത് ഈ വർഷമായിരുന്നു. കൊച്ചി കേന്ദ്രമായി ഇതിനകം നിരവധി മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
സ്ത്രീകൾ പോലും പല കേസുകളിലും പ്രതികളാക്കപ്പെടുന്നുമുണ്ട്. ഇത്തരത്തിൽ അനേകം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് കേരളം മയക്കുമരുന്ന് വിപണനത്തിന്റെയും ഉപയോഗത്തിന്റെയും ഒരു ഹബ്ബായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ്. ഇവയ്ക്കെല്ലാം പിന്നിലുള്ളത് ചില തീവ്രവാദ ഗ്രൂപ്പുകളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായിരിക്കണമെന്നില്ല പ്രവർത്തിക്കുന്നത്. ക്രൈസ്തവരിൽ കള്ളുകച്ചവടക്കാരും കരിഞ്ചന്തക്കാരും ഉള്ളതുപോലെ തന്നെ അക്രൈസ്തവരായ ആളുകൾ ഇത്തരം ലഹരിമരുന്ന് വിപണനവും തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമൂഹിക തലത്തിലും ഏറെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് മയക്കുമരുന്നുപയോഗം. അതുകൊണ്ട് തന്നെ ഇതിന്റെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ജീവിതം ഹോമിക്കരുതെന്ന് ഒരിടയൻ തന്റെ അജഗണങ്ങളോട് പറഞ്ഞിരിക്കേണ്ടതുണ്ട്. സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഏറെ നഷ്ടങ്ങൾക്കും തിക്താനുഭവങ്ങൾക്കും വിധേയമായതിന്റെ ചരിത്രം തന്നെയുണ്ട് കത്തോലിക്കാ സഭയ്ക്ക്. സ്നാപക യോഹന്നാനും അപ്പസ്തോലന്മാരും തോമസ് മൂറിനെ പോലെയുള്ളവരുമെല്ലാം സത്യത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ചവരായിരുന്നു. സത്യം തുറന്നു പറഞ്ഞവരായിരുന്നു. ആ പ്രവാചക ധീരത നമ്മുടെ ഇടയന്മാരും പ്രദർശിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. വ്യക്തിപരമായി അതിനെ നേരിടാൻ അവർ കരുത്തുള്ളവരാണെങ്കിലും ചില സംഘടിത ശ്രമങ്ങൾ ചേർന്ന് അതിനെ വർഗീയവൽക്കരിക്കുന്നതിലാണ് അപകടം. അതിനെ നാം ഭയക്കേണ്ടിയിരിക്കുന്നു. സാമുദായിക സ്പർദ്ധയും മതപരമായ ചേരിതിരിവുകളും സൃഷ്ടിച്ച് സമാധാനം നശിപ്പിക്കുന്നതിനാണ് കുഞ്ഞാടുകളെ കൂട്ടിയിടിപ്പിച്ച് രക്തം കുടിക്കാൻ പാർത്തിരിക്കുന്ന ചെന്നായ്ക്കൾ ശ്രമിക്കുന്നത്. അതിനെയാണ് നാം ഭയക്കുന്നത്. വഴിയോരത്തായി ചില യാത്രാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടില്ലേ? അപകട മേഖല, വളവുള്ള റോഡ്, സ്പീഡ് കുറയ്ക്കേണ്ട സ്ഥലം, ഇങ്ങനെ പല പല നിർദ്ദേശങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നത്? യാത്ര സുരക്ഷിതമാകാൻ, മുൻകരുതലെടുക്കാൻ, അപകടം ഒഴിവാക്കാൻ, ജാഗരൂകരായിരിക്കാൻ. ഇത്തരത്തിൽ ജീവിതത്തിൽ കരുതേണ്ട ചില മുന്നറിയിപ്പുകളല്ലേ പാലാ രൂപതാധ്യക്ഷനും നൽകിയത്? അതിനെ കുറ്റം വിധിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? ചില നിശബ്ദതകൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. നാം ഭീരുക്കളായതുകൊണ്ട് നിശബ്ദരായിരിക്കാൻ നാം നിർബന്ധിക്കപ്പെടുന്നു. പക്ഷേ ആ നിശബ്ദതകൾ അനേകരെ അപകടത്തിലാക്കും. അപകടത്തിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലായാൽ പോലും അതിനെതിരെ ശബ്ദിക്കാതിരിക്കുന്നത്, മുന്നറിയിപ്പ് നൽകാതിരിക്കുന്നത്, അപകടം സംഭവിച്ചാലും തനിക്കൊന്നുമില്ലെന്ന് കരുതുന്നത് ക്രൂരതയാണ്. അതുകൊണ്ടുതന്നെ ശബ്ദിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ പ്രതികരിക്കേണ്ടതും. സ്വന്തം കുടുംബത്തിലേക്ക് ഒരു ശത്രു കയറി വരുമ്പോൾ അവന്റെ ലക്ഷ്യം മനസ്സിലാക്കി പ്രതികരിക്കാതിരിക്കുന്നത് ബുദ്ധിശൂന്യതയും മനസാക്ഷിയില്ലായ്മയും വിവേകരാഹിത്യവുമാണ്. ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയ നേതൃത്വം ദൈവമേൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വൈദികർക്കോ രൂപതാ അധ്യക്ഷന്മാർക്കോ തങ്ങളുടെ ആടുകളെ അപകടത്തിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും മോചിപ്പിക്കാനുള്ള അവകാശവും അധികാരവുമുണ്ട്. അതവരുടെ ഉത്തരവാദിത്വവുമാണ്. എല്ലാവരും അപകടകാരികളല്ല, എല്ലാവരും തീവ്രവാദികളുമല്ല. മാർ കല്ലറങ്ങാട്ട് പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കിയല്ല. അതിലെ ചിലർക്ക് മാത്രമേ അത് ബാധകമാകുന്നുള്ളൂ. പോക്കറ്റടി സൂക്ഷിക്കുകയെന്നോ കള്ളന്മാരെ സൂക്ഷിക്കുകയെന്നോ പൊതുസ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നത് യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ്. അല്ലാതെ അത്തരം മുന്നറിയിപ്പുകൾ എല്ലാ യാത്രക്കാരും പോക്കറ്റടിക്കാരും മോഷ്ടാക്കളുമാണെന്ന് സ്ഥാപിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ഈ പൊതുതത്വമാണ് ഇവിടെയും പ്രാവർത്തികമാകേണ്ടിയിരുന്നത്. എന്നാൽ ഏതൊരു സതുദ്ദേശത്തെയും ദുരുദ്ദേശപരമായി അവതരിപ്പിക്കാൻ മത്സരിക്കുന്ന ചില മാധ്യമങ്ങളും കത്തോലിക്ക സഭയെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ചില സംഘടിത ശക്തികളും മാർ കല്ലറങ്ങാട്ടിന്റെ വാക്കുകളെ വളച്ചൊടിക്കുകയും സമൂഹത്തിൽ വർഗീയതയുടെ നിറം കലക്കുകയും ചെയ്തിരിക്കുന്നു. ഇതേ തുടർന്നാണ് കേരളം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ക്രൈസ്തവ വിരുദ്ധതയുടെ ഇരയായി മാറിയതും. രാവും പകലും തിരിച്ചറിയാനുള്ള വിവേകമാണ് ഇവിടെ പ്രേക്ഷകർക്കുണ്ടാകേണ്ടത്. ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും കഴിയുന്ന മാധ്യമലോകത്ത് ഇഷ്ടമില്ലാത്തവരെയും ഇഷ്ടമില്ലാത്തതിനെയും ടാർഗറ്റ് ചെയ്ത് ഏത് തരത്തിലുള്ള കുപ്രചരണങ്ങളും നടത്താൻ ആർക്കും മടിയില്ലാതായിരിക്കുന്നു. വിവിധ മതങ്ങൾ തമ്മിൽ സ്നേഹത്തോടും സഹിഷ്ണുതയോടും പങ്കുവെക്കലോടും കൂടി കഴിഞ്ഞു പോന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. സാഹോദര്യമെന്ന അടിസ്ഥാന ഭാവമായിരുന്നു അതിന് കാരണമായി ഉണ്ടായിരുന്നത്. അടുത്തു നിൽക്കുന്നവൻ സഹോദരനാണ്, അവന്റെ കാവൽക്കാരനാണ് ഞാൻ. ഇങ്ങനെ ഒരു ചിന്ത എല്ലാ മതങ്ങളെയും വിശ്വാസികളെയും ഒരേ ചരടിലെ
വിവിധ മുത്തുകളാക്കി മാറ്റിയിരുന്നു. പക്ഷേ ഈ സാഹോദര്യം നമുക്കിന്ന് നഷ്ടമായിരിക്കുന്നു. അതാണ് കേരളം ഇന്ന് വർഗീയതയുടെ കരങ്ങളിൽ അമരാൻ കാരണമായിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ സാർവത്രിക സാഹോദര്യമെന്ന ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഏതെങ്കിലും മനുഷ്യരോട് സാഹോദര്യത്തോടുകൂടി പെരുമാറാൻ നാം വിസമ്മതിക്കുന്നുവെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ എല്ലാവരുടെയും പിതാവെന്ന് വിളിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ പിതാവായ ദൈവത്തോടുള്ള നിലപാടും മനുഷ്യന് സഹോദര മനുഷ്യരോടുള്ള നിലപാടും സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് വിശുദ്ധ ലിഖിതത്തിൽ പറയുന്നതുപോലെ അത്രമാത്രം പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലും ജനപദവും ജനപദവും തമ്മിലും മനുഷ്യമഹത്വവും അതിൽ നിന്നുളവാകുന്ന അവകാശങ്ങളും സംബന്ധിച്ച് വിവേചനം ഉൾക്കൊള്ളുന്ന എല്ലാ തത്വവും നടപടിയും അടിസ്ഥാനമില്ലാത്തതാണ്. ഈ കാരണത്താൽ ജാതി, നിറം, പരിസ്ഥിതി, മതം ഇവയുടെ പേരിൽ മനുഷ്യരോട് ചെയ്യുന്ന ഏത് വിവേചനവും പീഡനവും മിശിഹായുടെ അഭീഷ്ടത്തിന് അന്യമെന്ന നിലയിൽ സഭ അപലപിക്കുന്നു. തന്നിമിത്തം വിശുദ്ധ പത്രോസ് പൗലോസ്ലീഹാമാരുടെ പാദമുദ്രകൾ പിന്തുടർന്നുകൊണ്ട് ഈ പരിശുദ്ധ സൂനഹദോസ് ക്രിസ്തീയ വിശ്വാസികളോട് തീക്ഷ്ണതാപൂർവം അഭ്യർത്ഥിക്കുന്നു: ജനതകൾക്കിടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ. സാധിക്കുന്നിടത്തോളം എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ വർത്തിക്കുകയും അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരുകയും ചെയ്യുവിൻ. അക്രൈസ്തവ മതങ്ങളോടുള്ള സഭയുടെ കാഴ്ചപ്പാട് വിശദീകരിക്കുകയും കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. അതേക്കുറിച്ച് പ്രമാണരേഖയിൽ പറയുന്നത് മനസ്സിലാക്കുമ്പോൾ മറ്റു മതങ്ങളോടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് കൂടുതൽ വ്യക്തമാകും. ഈ മതങ്ങളിൽ സത്യവും വിശുദ്ധവുമായവയൊന്നും കത്തോലിക്ക സഭ നിഷേധിക്കുന്നില്ല. ആത്മാർത്ഥമായ ബഹുമാനത്തോടെ ആ പ്രവർത്തന രീതികളെയും ജീവിതശൈലികളെയും പരിഗണിക്കുന്നു. സഭ മുറുകെ പിടിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നവയിൽ നിന്ന് പല കാര്യങ്ങളിലും അവ വ്യത്യസ്തമാണെങ്കിലും പലപ്പോഴും എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ആ നിത്യസത്യത്തിന്റെ രശ്മി അവ സംവഹിക്കുന്നുണ്ട്. സഭയാകട്ടെ ഇടവിടാതെ വഴിയും സത്യവും ജീവനുമായ മിശിഹായെ പ്രഘോഷിക്കാൻ അവൾ കടപ്പെട്ടുമിരിക്കുന്നു. അവനിലാണ് മനുഷ്യർ മതജീവിതത്തിന്റെ പൂർണ്ണത കണ്ടെത്തുന്നതും ദൈവം സർവത്തെയും തന്നോട് തന്നെ അനുരഞ്ജിപ്പിച്ചതും. അതുകൊണ്ട് മറ്റ് മതാനുയായികളോട് വിവേകത്തോടും സ്നേഹത്തോടും കൂടെയുള്ള സംവാദവും സഹകരണവും വഴി വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവരിൽ കാണുന്ന ആധ്യാത്മിക ധാർമ്മിക നന്മകളെയും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളെയും അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യണമെന്ന് സഭ സ്വസന്താനങ്ങളെ ഉപദേശിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഇതേ പ്രബോധനം തന്നെയാണ് സഭാധ്യക്ഷന്മാർ വിശ്വാസികളെ പഠിപ്പിക്കുന്നതും. എന്നാൽ ഈ പ്രബോധനങ്ങളെ വളച്ചൊടിക്കുകയും ക്രൈസ്തവരെ മറ്റു മതവിഭാഗങ്ങളുടെ ശത്രുക്കളായി മാറ്റുകയും ചെയ്യുന്നത് ചില ഒറ്റപ്പെട്ട വ്യക്തികളുടെയും സംഘടനകളുടെയും പ്രവർത്തനമാണ്. ഇവയ്ക്കിടയിൽ അകാരണമായി കുറ്റമാരോപിക്കപ്പെടുന്നതും തെറ്റിദ്ധരിക്കപ്പെടുന്നതും സഭാധ്യക്ഷന്മാരാണ്. അതുകൊണ്ട് തന്നെ ചെന്നായ്ക്കൾക്കിടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവർക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ കടമയാണ്. സാത്താന്റെ എന്നത്തെയും തന്ത്രം ഇടയനെ തകർക്കുക എന്നതാണ്. ഇടയനെ ഇല്ലാതാക്കി കഴിയുമ്പോൾ ആടുകളെ പിടികൂടുക എളുപ്പമാണല്ലോ. അതുണ്ടാവരുത്. അതിനാൽ മുൻപന്നത്തെക്കാളും കൂടുതലായി സഭാധ്യക്ഷന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സത്യം എല്ലാവരെയും സ്വതന്ത്രരാക്കട്ടെ. പത്രോസാകുന്ന പാറമേൽ പള്ളി പണിതുയർത്തുകയും ആടുകളെ നയിക്കാനുള്ള ഉത്തരവാദിത്തം പത്രോസിന് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത കർത്താവേ, പത്രോസിന്റെ അപ്പസ്തോലിക പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരായ ഞങ്ങളുടെ മെത്രാന്മാരെ കാത്തുകൊള്ളണേ. തിന്മയുടെ എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കാത്തുരക്ഷിക്കണമേ. ആറിപ്പോയതിനെ ചൂടാക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങേ അനന്തമായ ജ്ഞാനം കൊണ്ട് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവരുടെ വാക്കുകളെയും പ്രവൃത്തികളെയും തീരുമാനങ്ങളെയും വിശുദ്ധീകരിക്കണമേ. സഭയാകുന്ന നൗകയെ മുന്നോട്ട് നയിക്കാനുള്ള ധൈര്യവും ശക്തിയും അവർക്ക് നൽകണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മറിയമേ, ഞങ്ങളുടെ പിതാക്കന്മാർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. കേരള നാട്ടിൽ സമാധാനം പുലരണമേ.
വർഗീയത പ്രചരിപ്പിക്കുന്നവരെ അമ്മ നിർവീര്യമാക്കണമേ. ആമേൻ.